തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞ് വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞ് വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ആദരണീയരായ കർത്ത ശുശ്രൂഷകന്മാർക്കും എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. എബ്രായ ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ ഖണ്ഡിക നമുക്ക് വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? രക്ഷ വന്ന് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. രക്ഷകൻ വന്ന് ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വന്ന് ഹൃദയവാതിൽക്കൽ മുട്ടുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക.
ഞാൻ അകത്ത് വരാം, നമുക്ക് ഒരുമിച്ച് വസിക്കാം, ഞാൻ നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കാം, നിന്നോടുകൂടെ അത്താഴം കഴിക്കാം. ഇത്ര വലിയ രക്ഷ, സൗജന്യമായ രക്ഷ, 10 പൈസ പോലും മുടക്കണ്ട, ഒരു സംഭാവനയും ആർക്കും കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സൗജന്യമായ രക്ഷ, സൗജന്യമായ നീതീകരണം. കുറ്റവാളി എന്നാണ് നെറ്റിയിൽ നെറ്റിപ്പട്ടം. പക്ഷേ ആ നെറ്റിപ്പട്ടം അത് പറിച്ചു കളഞ്ഞിട്ട് ഇവൻ വിശുദ്ധൻ എന്ന് പുതിയൊരു നെറ്റിപ്പട്ടം കെട്ടിത്തരുന്നു. സ്തോത്രം. വിശുദ്ധനായതുകൊണ്ടല്ല, ദൈവം വിശുദ്ധനാണെന്ന് കൽപ്പിച്ചതുകൊണ്ട്. പാവമില്ലാത്തതുകൊണ്ടല്ല, പാവത്തിൻ്റെ ശിക്ഷ മുഴുവൻ യേശു വഹിച്ചതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദരവോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരെയും യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ കഴുകിത്തരാമെന്ന് കർത്താവ് പറയുന്നു. ശിക്ഷയെല്ലാം ഒഴിവാക്കി തരാമെന്ന് കർത്താവ് പറയുന്നു. നരകശിക്ഷയിലേക്ക് നീ പോകേണ്ടവനാണ്. മരണശേഷം നരകത്തിൻ്റെ ഭീകരമായ ദുരിതത്തിലേക്ക് നീ പോകേണ്ടവനാണ്. മകളെ, നിൻ്റെ ജീവിതത്തിൽ നരകത്തിൻ്റെ ഭീകരമായ യാതന നീ അനുഭവിക്കേണ്ടവളാണ്. നിൻ്റെ ജീവിതത്തിൽ നരകം നിന്നെ വിഴുങ്ങേണ്ടതാണ്. നരകത്തിൻ്റെ ഭീകരതയിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇതാ നരകത്തിലേക്ക് പോകുന്ന നിന്നെ ക്രിസ്തു തൻ്റെ തിരക്തത്താൽ ആവരണം ചെയ്ത്, തിരക്തത്താൽ കഴുകി, തിരക്തത്താൽ ആച്ഛാദനം ചെയ്ത്, തിരക്തത്താൽ പൊതിഞ്ഞ് അവനിതാ സ്വർഗത്തിലേക്ക് തിരിച്ചു വിടുന്നു, വിശുദ്ധന്മാരുടെ നിരയിലേക്ക് ചേർക്കുന്നു. അശുദ്ധനെ വിശുദ്ധനാക്കുന്നു. അവൻ്റെ വിശുദ്ധ പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ്റെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ നന്മ ചെയ്തതുകൊണ്ടല്ല, അവൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് അവനിൽ ദൈവത്തിന് കരുണ തോന്നിയതുകൊണ്ട് ദൈവത്തിന് കൃപയാൽ അവനെ വീണ്ടെടുത്തു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ്, നിത്യനായ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പ് സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അതിനുള്ള വ്യവസ്ഥ എന്താണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, യേശുക്രിസ്തു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഗോഗുൽത്തായുടെ മലമുകളിൽ, കാല് കുന്നിൻ്റെ മുകളിൽ, 2 കൊള്ളക്കാരുടെ മധ്യത്തിൽ കർത്താവായ യേശുവിനെ ഒരു കുറ്റവാളി എന്ന പോലെ ക്രൂശിൽ തറച്ച് അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. അവൻ പാവം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, അവൻ തന്നെ ഭീഷണിപ്പെടുത്തിയവരോട് മറുപടി പറഞ്ഞില്ല. അവൻ എല്ലാം സഹിച്ചു, മൗനമായി സഹിച്ചു, എല്ലാം ഏറ്റു, എല്ലാവരുടെയും പാവം ഏറ്റു. അവൻ ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് മരിച്ചത് എന്തിനു വേണ്ടി? എൻ്റെ പാപം വഹിക്കുന്നതിന് വേണ്ടി, എന്നെ തൻ്റെ രക്തത്താൽ പൊതിയുന്നതിന് വേണ്ടി, എൻ്റെ പാപപ്രകൃതി മറച്ചു തരുന്നതിന് വേണ്ടി, എൻ്റെ പാപസ്വഭാവം മാറ്റുന്നതിന് വേണ്ടി, എൻ്റെ പാപസ്വഭാവം എന്നിൽ നിന്ന് പറിച്ചു മാറ്റുന്നതിന് വേണ്ടി, എന്നിൽ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പകർന്ന് എൻ്റെ ആളത്വത്തെ കത്തിച്ച് ഒരു പുതിയ ആളത്വമാക്കി മാറ്റുന്നതിന് വേണ്ടി, കർത്താവായ യേശുവിനെ പുതുക്കി മെനയുന്നതിന് വേണ്ടി യേശു എനിക്ക് തന്നതായ മഹാഭാഗ്യമാണ് നീതീകരണം. സഹോദരങ്ങളെ, എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. 10 പൈസ പോലും മുടക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ കൃത്യമായി പറയാം, നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, ഒരു നഷ്ടവുമില്ല, നിങ്ങൾക്ക് ലാഭമേ ഉള്ളൂ. എന്താണ് ലാഭം? ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ ക്ഷമിച്ചു തരുന്നു. എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ, ഗർഭഛിദ്രങ്ങൾ നടത്തിയത്, കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്നത്, കള്ള കൈക്കൂലി വാങ്ങിയത്, കൊള്ളലാഭം ഉണ്ടാക്കിയത്, ദൈവത്തിന് സ്തോത്രം, മോഷണങ്ങൾ നടത്തിയത്, അനധികൃതമായി രൂപ സമ്പാദിച്ചത്, തെറ്റായ വഴിയിൽ കൂടി രൂപ സമ്പാദിച്ചത്, ദൈവത്തിന് സ്തോത്രം, അഹങ്കാരത്തോടെ പെരുമാറിയത്, സാധുവിനെ ഉപദ്രവിച്ചത്, വിധവയെ വഞ്ചിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് വന്നത്, ഏതെല്ലാം പാപങ്ങളാണ് വന്നത്. അനേകം പാപങ്ങൾ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ. ഓർത്ത് നോക്കുമ്പോൾ, ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോകും, തരിച്ചു പോകും. യോഗത്താവേ, ഇത്രയേറെ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. പ്രവൃത്തിയിലെ പാപങ്ങൾ, വാക്കിലെ പാപങ്ങൾ, ചിന്തയിലെ പാപങ്ങൾ, മനോഭാവത്തിലെ പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകം പാപങ്ങൾ. പാപത്തിൻ്റെ കൂമ്പാരവിധ മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. പാപത്തിൻ്റെ കൂമ്പാരം. ഈ പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ ശിക്ഷ ഏൽക്കേണ്ടതാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണം ഏൽക്കേണ്ടവനാണ്, ശിക്ഷിക്കപ്പെടേണ്ടവനാണ്, നിത്യമരണമാകുന്ന നരകത്തിലേക്ക് പോകേണ്ടവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ,
നമുക്ക് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിലർപ്പിക്കാൻ വിട്ടു തന്നു. നമുക്ക് വേണ്ടി പാവയാഗമായി തീരുവാൻ പുത്രനെ ഏൽപ്പിച്ചു തന്നു, പുത്രനെ ഏൽപ്പിച്ചു തന്നു. തന്മൂലം അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്നു. എന്നാൽ ആ ക്രൂശിൻ്റെ മറുവശത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം നിങ്ങളുടെ പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതി വച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ലിസ്റ്റ്, അകത്യങ്ങളുടെ ലിസ്റ്റ്, അതെല്ലാം ആണി കൊണ്ട് തറച്ച ക്രൂശിനോട്ട് ചേർത്തിരിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം എടുത്ത് ക്രൂശിന്മേൽ തറച്ചു. എല്ലാ പാപങ്ങളും, എല്ലാ അതിക്രമങ്ങളും, എല്ലാ തിന്മകളും, എല്ലാ അശുദ്ധികളും, എല്ലാ ദുര്യാഗ്രഹങ്ങളും, എല്ലാ കൊള്ളരുതായ്മകളും, എല്ലാ കവർച്ചകളും, എന്തെല്ലാം ഈ കാലത്രയും ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, ആരോ പറയുന്നത് കേട്ടു, ദൈവത്തിന് സ്തോത്രം, കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പരസ്പരം പറയുന്നത്, ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത് ചീത്ത വാക്കുകളാണ്. കുട്ടികൾ പരസ്പരം, കൊച്ചുകുട്ടികൾ പരസ്പരം പറയുന്നത് അസഭ്യ വാക്കുകളാണ്. വീട്ടിൽ അമ്മയപ്പനും പറയുന്നതാണ് അവരെ കേൾക്കുന്നത്. അമ്മയപ്പനും പറയുന്നത് കേട്ട് അവരെ പരിശീലിച്ചു പോയി. അതാണ് സാധാരണ സംഭാഷണം. ചീത്ത വാക്കുകൾ. അത്രമാത്രം മനുഷ്യജീവിതം മലിനമായി പോയി, എത്രയും ഹീനമായി പോയി. എന്നാൽ ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം കഴുകിത്തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും നാളത്തെ ജീവിതം പാഴാക്കിയവർ അനേകം പേരുണ്ട്. നഷ്ടത്തിൻ്റെ കണക്കും പറഞ്ഞ് ദുഃഖത്തോടിരിക്കുന്നവരുണ്ട്. നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്ത് വേദനയോടിരിക്കുന്നവരുണ്ട്. അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടമെല്ലാം ലാഭമാക്കി തീർക്കാൻ കർത്താവായ യേശുവിന് കഴിയും. നിങ്ങളുടെ ശിക്ഷ കർത്താവ് ഒഴിവാക്കി തരും. എന്തെല്ലാം ഹീനകൃത്യങ്ങൾ ചെയ്തു പോയോ ശിക്ഷയെല്ലാം ഒഴിവാക്കി തരും. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയൊരു രക്ഷയാകാൻ കാരണം അത്ര വലിയൊരു ശിക്ഷയാണ് വരാൻ പോകുന്നത്. അത്ര വലിയൊരു ശിക്ഷ ഒഴിവാക്കി തന്നതുകൊണ്ടാണ് ഇത്ര വലിയൊരു രക്ഷയായി തീർന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വീണ്ടെടുപ്പുണ്ട്. നിത്യനായ ക്രിസ്തു തൻ്റെ സ്നേഹത്താൽ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി തൻ്റെ സ്വന്തം രക്തം വില കൊടുത്തു. സ്വന്തം രക്തം വിലയായി നൽകി സാത്താൻ്റെ കയ്യിൽ നിന്ന്, സാത്താൻ്റെ പിടിയിലായിപ്പോയ മനുഷ്യനെ യേശു ക്രിസ്തു വിടുവിച്ചു. സ്നേഹിതരെ, ഇത് വിശ്വസിക്കുമ്പോഴാണ് നാം വീണ്ടും ജനം അനുഭവിക്കുന്നത്. ഇത് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ശിക്ഷ മാറി രക്ഷ വരുന്നത്. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷ പ്രാപിക്കാം. എല്ലാവർക്കും സ്വർഗത്തിലെത്താം. എല്ലാവർക്കും സ്വർഗീയ മഹാസന്തോഷം പ്രാപിക്കാം. സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് ആർജിക്കാം. ഒരു പുതിയ സന്തോഷ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, എന്താണ് വേണ്ടത്? ഒരേ ഒരു കാര്യം മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാവം മുഴുവൻ യേശു വഹിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പാവം മുഴുവൻ വഹിച്ച് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ, അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ ഓരോരുത്തരെയും കഴുകുകയും വെടിപ്പാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെ അശുദ്ധനും വിശുദ്ധനായി തീരും. അതാണ് ഇരുൾ മാറി പ്രകാശമാകുന്നത്. ശിക്ഷ മാറി രക്ഷ വരും. അതാണ് ഇരുൾ മാറി പ്രകാശമാകുന്നത്. ശിക്ഷ ഒഴിവായി കിട്ടും. ഭയങ്കരമായ ശിക്ഷ വരേണ്ടതാണ്. ന്യായവിധി വരേണ്ടതാണ്. ന്യായവിധി വരേണ്ടതാണ്. ഓരോരുത്തരെയും ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. മരണശേഷവും ന്യായവിധിയുണ്ട്. മരണശേഷം ഞാനും നിങ്ങളും ഒരു ദിവസം, മരണശേഷം ഒരു ദിവസം ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു കർത്താവ് എന്ന് വിളിച്ചു പറയും. അങ്ങനെ ദിവസം വരുന്നുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാൽ ക്രിസ്തുവിന് മുമ്പിൽ മടങ്ങും. ദൈവമില്ല എന്ന് പറഞ്ഞാൽ വോൾട്ടയറിൻ്റെ കാലും അവിടെ വന്ന് മടങ്ങും. ദൈവമില്ല എന്ന് പറഞ്ഞാൽ ബർട്രൻഡ് റസ്സലിൻ്റെ കാലും അവിടെ വന്ന് മടങ്ങും. ദൈവത്തിന് സ്തോത്രം. കുരങ്ങ് മൂത്ത മനുഷ്യനായി തീർന്നതാണെന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ്റെ കാലും അവിടെ വന്ന് മടങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് ഉന്നതൻ്റെയും കാലം അവിടെ മടങ്ങും. നിത്യനായ ക്രിസ്തുവിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ഞാനും അവിടെ നിന്ന് മുട്ടുകുത്തേണ്ടി വരും. അന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും? പോക, ഇന്ന് ഞാൻ അറിയുകയില്ല എന്നുള്ള ശബ്ദമാണോ ഞാൻ കേൾക്കേണ്ടി വരിക? ഇന്ന് ഞാൻ യേശുവിനെ കൈക്കൊണ്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ ഈ ശിക്ഷ മാറി രക്ഷ അനുഭവമാക്കിയില്ലെങ്കിൽ അന്ന് ഞാൻ ലജ്ജിതനായി നിൽക്കേണ്ടി വരും. അന്ന് ഞാൻ തലതാഴ്ത്തി ലജ്ജിച്ച് നിൽക്കേണ്ടി വരും. ആ ന്യായാധിപതിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവേ, ഇന്ന് നീ എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ വില ഞാൻ ഗ്രഹിച്ച് ഞാനിതാ വരുന്നു. എന്നെ നീ രക്ഷിക്കണമേ, എനിക്ക് നീ മോചനം തരണമേ, എനിക്ക് നീ സ്വാതന്ത്ര്യം തരണമേ, പിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ. ന്യായാധിപതികളുടെ ന്യായാധിപതിയായ കർത്താവേ,
ന്യായവിസ്താര ദിവസത്തിൽ പാവിയായ എന്നോട് കരുണ തോന്നണമേ. ഞാൻ നിൻ്റെ സ്ലീവായെ നമിക്കുന്നു, നിൻ്റെ സ്ലീവായുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. നീ കുരിശിൽ നേടിത്തന്ന രക്ഷയെ ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിതാ കുരിശിൻ്റെ മുമ്പിൽ ഞാൻ വണങ്ങുന്നു. ക്രൂസിലെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ താഴുന്നു. ക്രൂസിലെ രക്ഷയുടെ മുമ്പിൽ ഞാൻ വീഴുന്നു. എൻ്റെ കർത്താവേ, ആ രക്ഷകനെ ഞാൻ കാണുന്നു, രക്ഷകനെ ഞാൻ വിശ്വസിക്കുന്ന രക്ഷകൻ്റെ പാദപീഠത്തിൽ ഞാൻ മുട്ടുമടക്കുന്നു. എൻ്റെ ജീവിതം ഞാനിതാ അടിയറ വയ്ക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മുറിഞ്ഞ പാദത്തിലേക്ക് എൻ്റെ ജീവിതം ഞാനിതാ വെച്ചു തരുന്നു. എൻ്റെ കർത്താവേ, നീ മനസ്സറിയണമേ, എന്നെ നീ സ്വീകരിക്കണമേ. എൻ്റെ മേൽ നിൻ്റെ കരം നീട്ടി വെക്കണമേ. ആ തൃക്കരം ആണിപ്പാടുള്ള കരം തലമേലൊന്ന് വെക്കണമേ. കർത്താവേ, ഈ തിരക്തലിനെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മോചനത്തിന് യോഗ്യതയില്ല കർത്താവേ. ഞാൻ ലജ്ജിച്ച് തലാഴ്ത്തി നിൽപ്പാൻ ഇടയാകല്ലേ, ലജ്ജിച്ച് തല താഴ്ത്തി നിൽപ്പാൻ ഇടയാക്കല്ലേ. കർത്താവേ, ഞാൻ ഇപ്പോൾ തിരുമുമ്പാകെ വന്നിരിക്കുന്ന സമയത്ത് നിൻ്റെ തനുരുധിരങ്ങൾ, നിൻ്റെ ശരീരവും രക്തവും, എനിക്ക് വേണ്ടി മുറിഞ്ഞ ശരീരം, എനിക്ക് വേണ്ടി ചിന്തിയ രക്തം, അതെനിക്ക് മോചനമായി തീരണമേ. കർത്താവേ, എന്നോട് മനസ്സിലിഞ്ഞ് എൻ്റെ പാവം ക്ഷമിച്ചു തരണമേ. ഇതാണ് പ്രാർത്ഥിച്ചത്. ഈ അനുഭവം നാം നേടുമ്പോഴാണ് നാം ശിക്ഷ ഒഴിവായി രക്ഷയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് റോമർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്. റോമർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ, നാളെയല്ല. പല നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പല നാൾ ഉപവാസം എടുത്ത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പല നാൾ നോമ്പെടുത്ത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നോമ്പ് നല്ലതാണ്, ഉപവാസം നല്ലതാണ്. പക്ഷേ ഇതിനു വേണ്ടി നീ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഉപവാസിക്കണമെന്നില്ല, അതിനുവേണ്ടി നോമ്പെടുക്കണമെന്നില്ല, അതിനുവേണ്ടി 10 പൈസ മുടക്കണമെന്നില്ല. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക്, ഇൻ ക്രൈസ്റ്റ് നോ കണ്ടംനേഷൻ. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിലാകാം, യേശു ക്രിസ്തുവിലാകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതം ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ അർപ്പിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, 17-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ മഹാഭാഗ്യം അതാണ്. 17-ാമത്തെ വയസ്സിൽ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് വചനം സംസാരിച്ച ദൈവദാസൻ നാവിൽ കൂടി വന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. എൻ്റെ ഹൃദയത്തെ അങ്ങ് വീണ്ടും കീറുമാറാക്കി. ഹൃദയം മുറിഞ്ഞു, ഹൃദയം തകർന്നു. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ മറ്റാരും കേൾക്കാതിരിക്കാൻ ഞാൻ വളരെ താണ ശബ്ദത്തിൽ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അന്ന് 17 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തിയിരിക്കുകയായിരുന്നു. ഒരു സാധാരണ കൃഷിക്കാരനായി ഞാൻ ജീവിതം തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം കൃഷിക്കാരുടെ കുടുംബങ്ങളാണ്. എൻ്റെ അപ്പനും കൃഷിക്കാരനായിരുന്നു. പക്ഷേ അപ്പന് ബിസിനസ് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് പൈസ ഉണ്ടായിരുന്നു. അപ്പൻ്റെ 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി. ഇതൊക്കെ ഞാൻ എല്ലാ പ്രസംഗത്തിൽ പറയാറുള്ളതല്ലേ, നിങ്ങൾ കേൾക്കാറുള്ളതല്ലേ. പ്രിയപ്പെട്ടവരെ, ഞാൻ അനാഥനെ പോലെയായി, ഞാൻ അഗതിയെപ്പോലെയായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാവരും പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആരും എന്നെ വേദനിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും സഹായമേ കിട്ടിയിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഇങ്ങനെ ഒരുവിധം ഐക്യത്തിലും സ്നേഹത്തിലും പോകുന്ന കുടുംബങ്ങളാണ്. നാട്ടിൽ വേണ്ടാതനത്തിനൊന്നും പോകുന്ന അങ്ങനെ ചീത്ത പേരുള്ള കുടുംബങ്ങളല്ല. ഭാഗ്യവശാൽ 2 നേരം നമസ്കാരമുണ്ട്, ആണ്ടിൽ ഒരിക്കലുള്ളതായ കുമ്പസാരമുണ്ട്, ആണ്ടിൽ ഒരിക്കലുള്ള കുർബാനാനുഭവമുണ്ട്, ചിട്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. മാറാനായ പെരുന്നാളിന് പോലും പള്ളിയിൽ പോകും. അങ്ങനെയെല്ലാം ഒരു ചിട്ടപ്പെട്ട ജീവിതമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ പകയുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ചിലരോടെല്ലാം ഈർഷ്യയുണ്ടായിരുന്നു. ചിലരോടെല്ലാം നല്ല കനത്ത വൈരാഗ്യം പോലെ നീരസമുണ്ടായിരുന്നു, കയ്പുണ്ടായിരുന്നു, മുഷിച്ചിലുണ്ടായിരുന്നു. ഇതൊന്നും പാവമായിട്ട് ഞാൻ ഗവനിച്ചിട്ടേ ഇല്ല. കാര്യം ആരോടും വേണ്ടാതിനം പറഞ്ഞിട്ടില്ല, ആരോടും വാക്കേറ്റമായിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. വളരെ വിനയമായിട്ടേ നടന്നിട്ടുള്ളൂ, വളരെ സൗമ്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അകം മുഴുവൻ കൊടുങ്കാറ്റായിരുന്നു. അകത്ത് ദേഷ്യം പൊന്തി വരും, വലിയ മുൻകോപം ഉണ്ടായിരുന്നു. പുറമേ അധികം കാണിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് ഞാൻ കാണിച്ചിട്ടുണ്ട്. കോപിച്ച് മുൻകോപത്തോടെ വാശി പിടിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നാൽ മുതിർന്നു വന്നപ്പോൾ 17-ാമത്തെ വയസ്സായപ്പോഴേക്കും വഴിമുട്ടിപ്പോയി ജീവിതം. അന്ന് ഈ നിസ്സാര ജീവിതം, ഈ അനാഥ ജീവിതം നസ്രായനായ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അർപ്പിച്ചു. അതൊരത്ഭുതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്വപ്പെടട്ടെ. ഗോകുൽത്തായിലെ സ്നേഹം ഈ സാധുവിനെ വശീകരിച്ചു. ഈ പാവപ്പെട്ടൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹം ഒഴുകി വന്നു. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടും. ഈ സ്നേഹത്തിൻ്റെ പങ്കാളികളാകാം നിങ്ങൾക്ക്. ഗോകുൽത്തായിലെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം,
ആ നിത്യമനോഹരമായ സ്നേഹം, നിത്യമോഹനമായ സ്നേഹം, ആ സ്നേഹമാണ് നിങ്ങളെ വന്ന് വലയപ്പെട്ട് നിൽക്കുന്നത്. ആ സ്നേഹം ഇതാ തീജ്വാലയായി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുവാനായി സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഗോകുൽത്തായിലെ സ്നേഹം, പാവിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, ശിക്ഷ ഒഴിവാക്കുന്ന സ്നേഹം, നരകവിധി മാറ്റുന്ന സ്നേഹം, സ്വർഗ്ഗരാജ്യം തുറന്നു തരുന്ന സ്നേഹം, സ്വർഗത്തിന് അവകാശം തരുന്ന സ്നേഹം, പാപങ്ങളെല്ലാം കഴുകി തരുന്ന സ്നേഹം, എല്ലാ പാപവും കഴുകി മോചനം തരുന്നതായ സ്നേഹം, എല്ലാം ക്ഷമിച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചതെല്ലാം ക്ഷമിച്ചു തരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തെല്ലാമാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ജീവിതം തുറന്നു പറയുന്നു. സഹോദരങ്ങളെ, അനേകർ വന്ന് അവരുടെ ജീവിതത്തിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം തുറക്കാൻ പറ്റിയ ഒരാളുണ്ട്. നിങ്ങൾ ആരുടെ അടുക്കലും തുറക്കണ്ട. നിങ്ങൾക്ക് ജീവിതം തുറക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആ ആൾ ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. തുറക്കാം, ഹൃദയം തുറക്കാം, എല്ലാം തുറന്നു പറയാം. എത്ര നേരം പറഞ്ഞാലും നിർത്തുമെന്ന് പറയില്ല. എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇന്നങ്ങ് നിർത്തിയാലോ, ഇനിയൊരു ദിവസമായാലോ എന്ന് ഞാൻ ചോദിക്കും. ക്ഷീണമായല്ലോ, നമുക്ക് വേറൊരു ദിവസം പറഞ്ഞാലോ ചോദിക്കും. എന്നാൽ യേശു തമ്പുരാൻ പറയില്ല, മോനെ നിർത്ത്, വേറൊരു ദിവസം ആകട്ടെ എന്ന് പറയില്ല. സ്വർഗത്തിലെ ദൈവം പിന്നെ ആകട്ടെ എന്ന് പറയില്ല. വേദനകളെല്ലാം തുറന്നു പറയാം, സങ്കടങ്ങളെല്ലാം തുറന്നു പറയാം, നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം തുറന്നു പറയാം, പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാം. എല്ലാം പറഞ്ഞാൽ കേൾക്കാനൊരാളുണ്ട്. നിങ്ങൾക്കൊരു നാഥനുണ്ട്, നിങ്ങൾക്കൊരു രക്ഷകർത്താവുണ്ട്, നിങ്ങൾക്കൊരു ഉടയവനുണ്ട്, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്, നിങ്ങൾക്കൊരു പ്രാണപ്രിയനുണ്ട്, നിങ്ങൾക്ക് ജീവൻ്റെ ജീവനായ യേശു ഉണ്ട്. യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തുകൂടെ യേശു വരികയാണ്. ശിക്ഷ ഒഴിവാക്കാനാണ് യേശു വരുന്നത്. സ്ത്രീയെ, നിനക്കാര് ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. വിക്കിയാണ് പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. നിൻ്റെ ചിന്തയിൽ പാവം വരരുത്, നിൻ്റെ വാക്കിൽ പാവം വരരുത്, നിൻ്റെ വികാരങ്ങളിൽ പാവം വരരുത്, നിൻ്റെ പ്രവൃത്തികളിൽ പാവം വരരുത്. മോനെ, അരുത്, അരുത്, പാവം വരരുത്. ഇപ്പോൾ യേശുവിനോട് പറയുന്നു, പോക, ഇനി പാവം ചെയ്യരുത്. ഒരു പുതിയ തീരുമാനം നിനക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ഈ നിസ്സാര ആയുസ് കൊടുക്കാൻ പറ്റുമോ? ഈ നിസ്സാര ആയുസ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, എന്നോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിനെ കൃപയാൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാൻ ഭാഗ്യം തരുന്നു. കർത്താവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ യോഗ്യത കൊണ്ടല്ല, അവൻ എന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അടുപ്പിക്കാതെ ഞാൻ എങ്ങനെ അടുക്കും? ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ പാവം മറയ്ക്കാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് ചെല്ലും? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ തിരക്തത്താൽ എന്നെ കഴുകാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് ചെല്ലും? അവൻ മുമ്പിൽ ചെല്ലാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. അവനോ മഹാപരിശുദ്ധൻ, മാലാഖമാർ വിരലോടെ ആരാധിക്കുന്നവൻ, ഏറെ മാലാഖമാർ സ്തുതിച്ചുകൊണ്ട് കീർത്തനം ചെയ്യുന്നവൻ, ക്രോബകൾ ആർത്താഘോഷിച്ച് മഹത്വപ്പെടുത്തുന്നവൻ, ആറാറ് ചെറുകൾ ശ്രോഭ്യമാലാഖമാർ സ്തുതിക്കുകയും അട്ടഹാസത്തോടെ സ്തുതിച്ച് വാഴ്ത്തുകയും ചെയ്യുന്നവൻ, രണ്ട് ചെറുകൊണ്ട് മുഖം മൂടി, രണ്ട് ചെറുകൊണ്ട് കാല് മൂടി, രണ്ട് ചെറുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താഘോഷിച്ച് മഹത്വപ്പെടുത്തുന്നവൻ, ഈ നിത്യനായ ദൈവം, വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ജീവനുള്ള ദൈവമാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. മാലാഖമാർ കീർത്തിക്കുന്നവൻ, ദൂതന്മാർ വാഴ്ത്തുന്നവൻ, സ്വർഗീയ സേനകൾ ആരാധിക്കുന്നവൻ, അവനത്രേ ഇന്ന് പാപിയെ തേടി വന്നിരിക്കുന്നത്. സ്നേഹിത, നീ ഒരു പാപിയാണ്, നീ സമ്മതിക്കുന്നുണ്ടോ? പാവം ഉണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? മോളെ, നിനക്ക് ജീവിതത്തിൽ തെറ്റുകളുണ്ടെന്ന് നിനക്ക് അറിയുന്നുണ്ടോ? എങ്കിൽ നിനക്ക് ഓടി വരാം യേശുവിൻ്റെ അരികിലേക്ക്, ഓടി അണയാം. യേശു എതിർക്കരം നിന്റെ നേരെ ഉയർത്തിയിട്ടുണ്ട്. ആ കരം തലമേലയ്ക്കാൻ കർത്താവ് ഇതാ കരം ഉയർത്തി നിൽക്കുകയാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇല്ല കർത്താവേ, ഇല്ല, ഇനി പാപമില്ല. ദൈവത്തിന് സ്തോത്രം. പോക, ഇനി പാപം ചെയ്യരുത്. യേശു പറയുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. നീ പറയുന്നു, യേശുവേ, ഇല്ല, ഇനി പാപം ചെയ്യില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനം ദൈവത്തോട് പറയാം, ഹൃദയം തകർന്ന് പറയാം, ഉള്ളുരുകി പറയാം, യേശുവിനോട് തുറന്നു പറയാം. ഇല്ല കർത്താവേ, ഇല്ല, ഇനി പാപം ചെയ്യില്ല, ഇനി പാപം ജീവിതത്തിൽ വരികയില്ല, ഇനി അന്ധകാശക്തിക്ക് ഇടം കൊടുക്കുകയില്ല, പൈശാചിക സൈന്യത്തിൻ്റെ മേൽ ഇടം കിട്ടുകയില്ല, ദുഷ്ടപിശാചിനെ എന്നെ തൊടാൻ സമ്മതിക്കുകയില്ല, അശുദ്ധാത്മാക്കൾ എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദുരാത്മാവേ, നീ എന്നെ വിട്ടുപോയെന്ന് ഞാൻ പറയും. എൻ്റെ കർത്താവേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്ന നിത്യനായ ദൈവപുത്ര, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഇതാ വരുന്നു. എന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ, എന്നെ നീ പിടിച്ചു കൊള്ളണമേ, എന്നെ നീ കാത്തുകൊള്ളണമേ, എന്നെ നീ ഉദ്ധരിച്ചു കൊള്ളണമേ. ആഴമുള്ള കുഴിയിൽ നിന്ന് കുറച്ച് ചേറ്റിൽ നിന്നും നീ എന്നെ ഉയർത്തിക്കൊള്ളണമേ, എന്നെ അനുഗ്രഹിക്കണമേ. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിനോട് വാക്ക് പറയൂ, പുതിയ വാക്ക് പറയൂ. യേശുവേ, ഇനിമേൽ പാപം ചെയ്യില്ല. ഇല്ല യേശുവേ, ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. പോക, ഇനി പാപം ചെയ്യരുത്. യേശു പറയുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. നിങ്ങൾ പറയുന്നു, ഇല്ല യേശുവേ, ഇനി പാപം ചെയ്യില്ല. അങ്ങനെ തീരുമാനമുള്ളവരുടെ കരങ്ങൾ ഉയർത്താം നിങ്ങൾക്കിപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം നിങ്ങൾക്കിപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരമുയർത്തിയിരിക്കുന്ന മക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ, അവിടുന്ന് വംശങ്ങൾ എഴുതുന്നുവല്ലോ, അവിടുന്ന് വ്യക്തികളെ എണ്ണുന്നുവല്ലോ, അവിടുന്ന് എല്ലാം കാണുന്നുവല്ലോ. നാഥ, അവിടുത്തെ ജീവൻ്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നല്ലോ, അനേകരുടെ പേര് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. അവിടെ തിരുനാമം മഹത്വപ്പെടുത്തണമേ. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കടഭാരത്തിൽ ഞെരുങ്ങുന്നവർക്ക് ഒരു പോംവഴി കാണിച്ചു കൊടുക്കണമേ. കർത്താവേ, സമാധാനം കൊടുക്കണമേ. കുടുംബം കലങ്ങിയിരിക്കുന്ന കുടുംബങ്ങളിൽ ആശ്വാസം ചെല്ലണമേ, സമാധാനം ചെല്ലണമേ. കർത്താവെ, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് ആക്കണമേ. യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. പ്രായമായവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ശിശുക്കളെ അവിടുന്ന് വളർത്തണമേ. എല്ലാവരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഈ മക്കളെല്ലാം ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.